സ്റ്റൈൽ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു മുളക് ബജിയാണ്. അത് എരിവില്ലാത്ത ബജി മുളകാണ് ഇത്. ഇതിനെ രണ്ടായിട്ട് കീറിയിട്ട് ഇതിലേക്ക് പുളിയും ഉപ്പും കൂടെ വെള്ളം ഒഴിച്ച് നല്ല തിരുമിയതിന് ശേഷം ഇതിൻ്റെ കൊഴുമ്പ് പോലെ ഇരിക്കും. ഇതിനെ ഈ മുളകിലേക്ക് തേച്ചിങ്ങനെ പിടിപ്പിക്കണം, അകത്തും പുറത്തും. ഇത് നല്ല എരിയും പുളിയും ഉപ്പും അപ്പോഴ് ഇതിന് കിട്ടും. ഈ മുളക് ബജി കഴിക്കാനും ഒരു പ്രത്യേക സ്വാദായിരിക്കും. ഇനി ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കണം. എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി, അതായത് അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ്, ഒരു 1-1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യമായ ഉപ്പ്, കായപ്പൊടി. പിന്നെ ഞാൻ ഇതിൽ എരിവ് കുറവായതുകൊണ്ട് ചില്ലി ഫ്ലക്സ് ശകലം ഇതിലിടുന്നുണ്ട്. പുളിയും ഉപ്പും ഇതിൽ തേച്ച് പിടിപ്പിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് അടുത്തിനി മാവ് കലക്കാം. അതിലേക്ക് ആദ്യം അരിപ്പൊടിയിട്ട്, പിന്നെ മൈദ ഇട്ട്, കടലമാവ് ഇതിലേക്ക് ഇനി ഞാൻ ഒരു ചെറിയ സ്പൂണ് ബേക്കിംഗ് സോഡ, വേറെ ഒരു കളറും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, കളറിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് കായപ്പൊടി ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിന്, ഇത് നല്ല ഒരു കളറും കൊടുക്കും എരിവും കൊടുക്കും, അതിനാണ് ഇതിടുന്നത്. പിന്നെ ഇതിലേക്ക് ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല, വെള്ളം മാത്രമേ ചേർക്കണുള്ളൂ. ഇത് നല്ലതുപോലെ കലക്കണം. നല്ല കലക്കി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം മാവ്. എല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും എരിയും പുളിയും ബാലൻസ് ചെയ്യാൻ 1/4 സ്പൂണ് പഞ്ചസാര കൂടെ ചേർക്കുന്നു. വേണമെന്നുള്ളവർ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും, അതിനാണ് ഇത് ചേർത്തത്. പിന്നെ ഈ മാവ് കലക്കുന്നതിൻ്റെ അറിയാവുന്നത് ഇതിൻ്റെ കണക്ക് ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ പരുവം. സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ അല്പം കുറച്ചിട്ട് ഓരോന്നായിട്ട് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇത് പൊരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇനി ഇച്ചിരി കൂടെ പൊരിയാനുണ്ട്. മുളക് ബജി നല്ലതുപോലെ പൊരിഞ്ഞിട്ടുണ്ട്. കോരി മാറ്റുകയാണ്. മുളക് ബജി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഒരു ഡിഷാണ്. ഈ മുളക് ബജിക്ക് സോസ് വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ്. അത് കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കോഫിയും കൂടെ റെഡിയാക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. ഇതിലേക്ക്
പുതിനയിലയും കൂടെ കോഫിയുടെ കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്തണം.